സിന്ധു ജെയിംസ്, ഇപ്പോൾ സിന്ധു പറഞ്ഞു ഇപ്പോൾ സമരം ചെയ്ത ശേഷം കേസുകളുടെ എണ്ണം സിന്ധുവിന് തന്നെ 10-13 കേസുണ്ടെന്ന്. അങ്ങനെ സമരസമിതിയിലുള്ളവർ മാത്രമല്ല, സമരം ചെയ്ത നാട്ടുകാർക്കെതിരെയൊക്കെ കേസുണ്ടല്ലോ. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? സർക്കാർ പറയുന്നു കോടതിയാണ് തീരുമാനിക്കേണ്ടത്, ഒരു ശുപാർശ നൽകും, ഈ കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശ നൽകുമെന്ന്. അതിൽ കൂടുതൽ എന്തെങ്കിലും സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടോ സിന്ധുവിന്? കേരയിൽ വിരുദ്ധ ജനകീയ സമരസമിതി ഒരുപാട് ആളുകളുടെ നേരെ ഒരുപാട് ക്രിമിനൽ കേസുകൾ എടുത്തിട്ടുണ്ട്. ആ കേസുകളൊക്കെ സ്ക്വാഷ് ചെയ്യാൻ നിർദ്ദേശിക്കാൻ പറ്റും, സർക്കാരിന് നിർദ്ദേശിക്കാൻ പറ്റും. കാരണം സർക്കാരാണ് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ അവരുടെ എന്താ പറയുക, നിലപാടുകൾ മാറും. അപ്പം നിലപാടുകളോടെ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ, സ്തുത്യർഹമായ സേവനം ചെയ്യാൻ, ജനങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കാതെ, നാടിനെ നശിപ്പിക്കാതെ, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട്, ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, ജനങ്ങളെ പട്ടിണിക്കിടാതെ വികസനം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഒരു നേതാവ്, അതല്ലെങ്കിൽ അതാണ് ഒരു മുഖ്യമന്ത്രി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ പുതുക്കി, സിഗ്നൽ സംവിധാനങ്ങളായാലും റെയിൽവേ ഇപ്പോൾ വന്ദേ ഭാരത് ഉണ്ട്. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് കണ്ണൂർ എത്തുമെങ്കിൽ ആ റെയിൽവേ സിഗ്നലുകളും ട്രാക്കുകളും ഒക്കെ വളവുകൾ നികത്തിക്കൊണ്ട് ആ സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേഗതയ്ക്കൊന്നും ഒരു കുറവുമില്ല. വേഗതയുടെ പേര് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ തെരുവിലിറക്കുന്നത് ഒരു വികസനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം കയറിയപ്പോൾ തന്നെ പ്രിയപ്പെട്ട ആശാവർക്കർമാരുടെ സമരത്തെ അനുകൂലിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇപ്പോൾ ഇന്ന് ഇങ്ങനെയൊരു തീരുമാനം അദ്ദേഹം എടുത്തതും അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ജനങ്ങൾ വോട്ട് കൊടുത്താണ് ആ കസേര അദ്ദേഹത്തിന് കിട്ടിയതെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം വേണമെന്ന് നല്ല ബോധ്യമുള്ള നല്ലൊരു നേതാവായതുകൊണ്ടാണ് മുഖ്യമന്ത്രി കസേരയിലെത്തിയത്. അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ ആ സേവനം, സ്തുത്യർഹമായ സേവനത്തിന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കേരളം കാതോർക്കുകയാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കുന്നു. ശരി സിന്ധു. അഡ്വക്കേറ്റ് ഡി സുരേഷ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.